അറബി ഭാഷയുടെ ഡയലോഗ് പരസ്പരം പറയുന്നത് ഭയങ്കര പൊളൈറ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് പൊളൈറ്റായിട്ട് പറയാൻ പറ്റിയ ഏതാനും ചില വാക്കുകൾ നമുക്കൊന്നൊന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നിങ്ങളോട് ഏറ്റവും ബഹുമാനിക്കുന്ന, അതല്ലെങ്കിൽ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ ഒരാളൊരു കാര്യം പറഞ്ഞു, അതൊന്ന് ചെയ്യണം, അങ്ങനെ ആക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാഫി ലാ ബാബ വന മാഫി സവി എന്ന് പറയരുത്. ഇപ്പോൾ ഔസ്ലേവർമാർക്കൊക്കെ ഏറ്റവും അനിവാര്യമായ ഒരു ഡയലോഗാണിത്. അവരെന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് വണ്ടി ഇടിച്ചു, അതല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടായി. ആ സമയത്ത് ഇയാൾ നീ എന്താടാ ചെയ്തത്, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. അതല്ല നീ അത് ചെയ്തു കൊള്ളണം. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് പറയാം? മാഫി മുഷ്കില ബാബ എന്ന് പറയാം. പക്ഷെ അതിലും നല്ലൊരു വാക്കുണ്ട്, അലാ റസി. എന്താണ് അലാ റസി? അങ്ങയുടെ കൽപ്പന ഞാൻ ശിരസ്സ വഹിക്കുന്നു എന്നാണ് അലാ റസി. ഇവിടെ റസി എന്നാൽ തല എന്നാണ്. അതായത് അങ്ങയുടെ കൽപ്പന തലക്ക് മുകളിലാണ് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അലാ റസിയ ബാബ, അലാ റസി. വേറെ ഒരു പദമുണ്ട് അലാ ഐനി എന്ന് പറയും. അതിൻ്റെ ആക്ഷൻ നേരത്തെ പറഞ്ഞു, ഇതാണ് ആക്ഷൻ. അലാ ഐനി, ഇതാണ് ഐന്. ഐന് എന്ന് പറഞ്ഞാൽ കണ്ണ്. അങ്ങയുടെ കൽപ്പന കണ്ണേ പോലെ ഞാൻ കാത്തുകൊള്ളും എന്ന് പറയാം. അല ഹഷ്മി, ഇതാണ് ഹഷ്മി എന്ന് പറഞ്ഞത്. നമ്മൾ മലയാളത്തിലൊക്കെ പറയുമല്ലോ, നെഞ്ചേറ്റുന്നു, താങ്കളുടെ വാക്കുകളൊക്കെ ഞാൻ നെഞ്ചേറ്റി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നു എന്നൊക്കെ അർത്ഥം പറയാം. ഇതുപോലത്തെ ഒരു വാക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ ഇതാണ്. ഏറ്റവും സുപ്പീരിയർമാരായ ഒരാൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തോട് നിങ്ങളത് ബഹുമാനപൂർവ്വം ഞാൻ ചെയ്തോളാമേ എന്ന് കോട്ടയത്താരൊക്കെ പറയുന്ന പോലെ പറയണമെങ്കിൽ അതിൻ്റെ വാക്കാണെന്ന്. രണ്ടാമത്തെ ഒന്ന്, ഈയിടെ ഒരു പ്രതിസന്ധി. ഒരാൾ എപ്പോഴും പറഞ്ഞു ടൈലറാണ്, അയാളുടെ ടൈലർ ഷോപ്പിൽ വലിയ പ്രതിസന്ധിയാണ്, എപ്പോഴും അടിയുണ്ടാവും. കാരണം ഏതെങ്കിലും പണിക്കാർ ചിലപ്പോൾ ഒരു ചെറിയ സ്റ്റിച്ച് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യമാണ്. കാരണം അത് കറക്റ്റ് ഫിറ്റ് ആവില്ല. ആ കറക്റ്റ് ഫിറ്റ് അല്ലാതെ വരുമ്പോൾ അവർക്കത് ഉപയോഗശൂന്യമാണ്. വലിയ എമൗണ്ട് മുടക്കിയ തുണിയാവുമല്ലോ. അതുകൊണ്ട് ആ സമയബന്ധിതമായി അവർക്ക് പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ അവർ അടിക്കാനൊക്കെ വരും, പ്രശ്നമാക്കും. ആ സമയത്ത് ഇത് നീ മാറ്റി തന്നോളണം. അലാറസി, അലാറസി, ഇത്ര തന്നെ, വേറൊന്നും പറയണ്ട. അലാറസിയ ബാബ, അലാറസിയ സയ്യിദ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകൊണ്ട് അവിടെ അതോടുകൂടെ പ്രശ്നം പരിഹരിക്കും. അപ്പോൾ നമ്മളിത് ഒരു അടിമയെപ്പോലെ ആവുകയല്ല, മറിച്ച് അറബിയുടെ ഒരു കൾച്ചറിൻ്റെ സ്റ്റൈലാണിത്. അലാറസി, തെറ്റ് സമ്മതിക്കുക എന്നാണ് പറഞ്ഞതിനർത്ഥം. അല്ലെങ്കിൽ ബഹുമാനത്തെ അദ്ദേഹത്തിന് കൊടുക്കാവോളം കൊടുക്കുക. അലാറസി, അലാ ഐനി. അലാ ഐനി എന്ന പ്രോമിസാണിത്, പ്രോമിസാണ്. നിങ്ങളിൽ ഒരാൾക്കൊരു വിശ്വാസമല്ല, നിങ്ങളുടെ ബോസിന് അല്ലെ നിങ്ങളുടെ അറബിക്ക് നിങ്ങൾ വിശ്വാസമല്ല, അല്ല വിശ്വാസം അത്രയൊന്നുമില്ല. നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ ബില്ല് വാങ്ങി കൊണ്ടുവന്നിരിക്കണം. ഓക്കെ, പ്രോമിസ് സാർ, പ്രോമിസ്. അനൗഇദിലക്കും എന്നൊക്കെയാണ് പ്രോമിസിന്. അനസവിയിലേക്ക് വായത് എന്നൊക്കെ പറയും. ഞാൻ നിങ്ങൾക്കൊരു കരാറ് ചെയ്യാം. ആ ഒരു പ്രോമിസിനേക്കാളും ആക്ഷൻ മതി. വാക്കുകൊണ്ട് ഒന്നും പറയണ്ട. അതിന് അറബി പഠിക്കേണ്ട ആവശ്യമില്ല, ആക്ഷൻ പഠിച്ചോളേ. അപ്പോൾ നിങ്ങളോടൊന്ന് പറഞ്ഞു, നാളെ രാവിലേക്ക് ആ ബില്ല് നീ ക്ലിയർ ആക്കിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? 2 വട്ടാക്ക്, ഒന്നും പറയണ്ട. അതല്ലെങ്കിൽ പറയണ്ട, ഒന്നും പറയണ്ട. ഇനി ഈ വിഷയം നിങ്ങൾ കൽപ്പന പോലെ ഒരാൾ പറയുമ്പോൾ കൽപ്പന ഏറ്റെടുക്കുന്നൊരു അവസ്ഥയാണെങ്കിൽ ഒന്നും പറയണ്ട, ബസ്. ചിലപ്പോൾ 3 പറയാം. അതായത് ബസ്, ഇതാണ് എൻ്റെ ആക്ഷൻ. ഈ ആക്ഷൻ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ അറബികൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അത് അവരുടെ ഇടയിലുള്ള ഇൻറ്റേർണൽ എന്നാണ് ഒരു ബോഡി ലാംഗ്വേജുകളാണിത്. ഈ ബോഡി ലാംഗ്വേജിന് വലിയ 1000 പദങ്ങളെക്കാളും പവർഫുള്ളാണ് ഈ ബോഡി ലാംഗ്വേജ്. മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് നമ്മൾ പറയേണ്ടത്, അലാ റസിയ ബാബ, അങ്ങയുടെ കൽപ്പന പോലെ. അതേപോലെ അറബികൾ സംസാരിക്കുന്ന മറ്റൊരു വേർഡാണ് പിന്നെ ആമുർണിയ ഷേഖ്. ആമുർണി എന്നാണ് പറയാം. ഓക്കെ, സോറി, നമ്മളെന്ത് പറയണം? ആമുർണിയ ഷേഖ്, അങ്ങനോട് കൽപ്പിച്ചാലും. അത് ഇത്രയും വലിയ ഒരാൾ നിങ്ങളോടൊരു കാര്യമെന്ന് പറയുമ്പോൾ പറഞ്ഞോളൂ എന്ന് പറയുന്നതിന് പകരം അത് ഏറ്റവും വലിയ വലിയ ആൾക്കാരോടൊക്കെ പറയാവൂട്ടോ. അത്തരം സന്ദർഭത്തിൽ യൂസ് ചെയ്യാവൂ. ആമുർണിയ ഷേഖ് ഒക്കെ പറയും. അതുപോലത്തെ ഒരു വാക്കാണ് തെഹ്താംരിക്ക്. സാധാരണ പറയുന്ന ഒന്നാണ് തെഹ്താംരിക്ക്. അങ്ങയുടെ കൽപ്പന പോലെ ഞാൻ പ്രവർത്തിക്കുന്നതാണ്, യാതൊന്നും ഭയപ്പെടേണ്ട. ഇത്തരം നാവിൽ തേനൂറുന്ന സംസാരങ്ങളുമായി അറബികൾ നിങ്ങളെ വെല്ലുമ്പോൾ നമ്മളും അത് പരിശീലിക്കേണ്ടതുണ്ട്. അതാണ്. ഓക്കെ.